എന്റെ കാവിലമ്മേ, ഷാഹിദ് അഫ്രീദി മലയാളികളുടെ വേദിയിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ തെളിവുകൾ പുറത്ത് ആ വിഷ്വൽസ് ഉണ്ടായി. സാമൂഹിക മാധ്യമങ്ങളിൽ പലരും പറയുന്നു അതിശക്തമായ പ്രശ്നം. ഇത് ന്യൂസ് 18 ട്രോൾ വീഡിയോ അല്ല, ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ ചെയ്യുന്നവരോടുള്ള ട്രോൾ വീഡിയോ ആണ്. ന്യൂസ് 18 ഉത്തരവാദിത്തപ്പെട്ട മുഖ്യധാര മാധ്യമം എന്ന രീതിയിൽ ആ വാർത്ത കൊടുക്കുന്നു എന്നേ ഉള്ളൂ. സാധാരണ ഞാൻ ട്രോൾ വീഡിയോ ചെയ്യാറില്ല. പക്ഷേ എന്താ പറയുക, ഇത് കണ്ടിട്ട് അതിരാവിലെ എന്താ പറയുക, അത് ചെയ്യണമെന്ന് തോന്നി. രണ്ട്, ഞാൻ യൂഷ്വലി ഇന്ത്യ ജാക്കറ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇന്ത്യ ജാക്കറ്റ് ഇട്ടാ ചെയ്യാറുള്ളത്. ഇപ്പൊ അത് ഇടാത്തതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, ഷാഹിദ് അഫ്രീദി ആയതുകൊണ്ടല്ല. ഇന്നലെ ഞാൻ വീട്ടിൽ കറണ്ട് ഇല്ല, അപ്പോൾ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഞാൻ ആ ജാക്കറ്റ് എടുക്കാൻ മറന്നു, അതുകൊണ്ടാണ്. അല്ലാതെ ഇതിന്റെ പിന്നിൽ ഇന്ത്യ സ്നേഹം കുറഞ്ഞു പോയിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ വീണ്ടും നമ്മുടെ വിഷയം, ഷാഹിദ് അഫ്രീദി മലയാളികളുടെ വേദിയിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന, ഇതിന് പിന്നിൽ പാകിസ്ഥാൻ മലയാളി ബന്ധമാണ് വെളിപ്പെടുന്നത്. നമുക്ക് വാർത്ത കാണാം. ആക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയതിൽ വിശദീകരണവുമായി സംഘാടകരായ മലയാളി സംഘടന. അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന അഫ്രീദി ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് വരികയായിരുന്നു എന്നാണ് വിശദീകരണം. അഫ്രീദിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. കേട്ടാ തോന്നുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനം ശക്തമാണ്. മോഹൻലാല് ഇസ്ലാമിസ്റ്റ് തീവ്രവാദിയാണെന്നും പാകിസ്ഥാൻ ബന്ധം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി കൊണ്ടെന്ന് പറയുന്ന സോക്കോൾഡ് സോഷ്യൽ മീഡിയയിലെ ഗോഡ്സേവാദികളെ കുറിച്ചാണ് പറയുന്നത്. കേട്ടാ തോന്നും സാമൂഹ്യ മാധ്യമങ്ങൾ ആൾക്കൂടെ ഇളകി മറിയുവാണ്. ഫ്രീയാണേ, ഒരു മലയാളി സോങ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ. മലയാളി പാകിസ്ഥാൻ ബന്ധത്തിന്റെ മറ്റൊരു തെളിവ്. ഷാഹിദ് അഫ്രീദിയെ കാണുമ്പം ചിരിക്കുന്നു, സെൽഫി എടുക്കുന്നു. രാജ്യസ്നേഹം എവിടെ? ഷാഹിദ് അഫ്രീദി എന്നിട്ട് മലയാളി ഭക്ഷണം ഇഷ്ടമാണ്, കേരളത്തെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇത് ഇന്ത്യ വിരുദ്ധം തന്നെ. ഇന്ത്യ കേരള ബന്ധത്തിന് പാകിസ്ഥാൻ കേരള ബന്ധം വിചിത്രമെന്നോ അതിനപ്പുറമെന്നോ വിശേഷിപ്പിക്കേണ്ട കാര്യമാണ് നടന്നിട്ടുള്ളത്. വിചിത്രമെന്നോ അതിനപ്പുറമോ എന്നോ വിശേഷിപ്പിക്കുന്ന ന്യൂസ് 18 എനിക്ക് ബഹുമാനമാണ്. നമ്മുടെ ഈ ആങ്കറിനോട് ബഹുമാനത്തോട് പറയുന്നത് എന്ത് വിചിത്രമാണ്. അതായത് ദുബായിൽ എനിക്കൊന്ന് ക്യൂബ എന്ന് പറയുന്ന അവരുടെ പേരുള്ള പരിപാടിക്ക് എന്താ വന്നത്, അവിടുത്തെ ബിടെക് അലൂമിനി അസോസിയേഷനാണ്. ഷാഹിദ് അഫ്രീദി അപ്പുറത്തൊരു പരിപാടിക്ക് വന്നു. ഷാഹിദ് അഫ്രീദി വന്നപ്പോൾ ഒരുപക്ഷെ ഷാഹിദ് അഫ്രീദി ഇങ്ങോട്ട് വിളിക്കാതെ വന്നു എന്നാണ് സംഘാടകർ പറയുന്നത്. മിക്കവാറും അത് പേടിച്ച് പറയുന്നതായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാകണ്ട, ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകണ്ട എന്ന് പറയുന്നതായിരിക്കും. ഇവരപ്പുറത്ത് അഫ്രീദി വന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അവിടെ കൂടെ പരിപാടിക്കൊന്ന് വരുമോ എന്ന് ചോദിച്ചു. ഇതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനാണ് ഓർഗനൈസറെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഫൈറ്റായി, 26 പേര് നമ്മുടെ മരിച്ചു. നമ്മൾ ശക്തമായി തിരിച്ചടി കൊടുത്തു. നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ അടക്കം പാകിസ്ഥാന്റെ ഫ്ലൈറ്റുകൾ തകർത്തു, അവരെ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടിക്കാനുള്ള സ്പേസ് പോലും ഇല്ലാതാക്കി. ഇത് നമ്മൾ പറയുന്നതല്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നു, ഞങ്ങൾ ഇന്ത്യക്ക് തിരിച്ചടി കൊടുക്കാൻ പോകുന്ന വഴി ഇന്ത്യ വീണ്ടും ഞങ്ങളുടെ എയർപോർട്ട് ആക്രമിച്ച് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബേസുകൾ ആക്രമിച്ചത് ഇല്ലാതാക്കി. നമ്മളത് വിജയിച്ചു. നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ നിലപാട് പറയാൻ ശശി തരൂറിനെയും ജോൺ ബ്രിട്ടാസ് MP-യെയും നമ്മുടെ മുഹമ്മദ് ബഷീർ സാറിനെയും OWൈസിയെയും അടക്കം ഒരുപാട് പേരെ, OWൈസിയും അടക്കം ഒരുപാട് പേരെ അന്താരാഷ്ട്ര തലത്തിലേക്ക് അയച്ചു. ആ വിഷയം തീർന്നു. ഇനിയും ജീവിതകാലം മുഴുവൻ പാകിസ്ഥാനോട് വിരോധമൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. അടുത്ത വിഷയം ഉണ്ടാവുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചടിക്കും. അതുകൊണ്ടല്ലേ ഇന്ത്യ പാകിസ്ഥാൻ ഒരുപാട് യുദ്ധങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോ നവാസ് ഷെരീഫിനെ കാണാൻ പോയപ്പോ നവാസ് ഷെരീഫിന്റെ അമ്മയ്ക്ക് ഡ്രസ്സ് വരെ മേടിച്ചുകൊണ്ട് പോയില്ലേ? എന്നിട്ട് നവാസ് ഷെരീഫിന്റെ അമ്മയുടെ കാല് തൊട്ട് എഴുതു. അത് നമ്മുടെ ഭാരതീയ സംസ്കാരമാണ്. പ്രശ്നം ഉണ്ടാകും, അടിയുണ്ടാകും, അപ്പം തീർക്കും, പോവും. ഇത് ഈ ജീവിതകാലം മുഴുവൻ പാകിസ്ഥാനിൽ കേട്ടാ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിന് സ്വീകരണം കൊടുത്തു എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യമാണ്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സ്വീകരണം ഒരുക്കേണ്ട പശ്ചാത്തലം ഉണ്ടായത് എന്നുള്ളതൊക്കെ. പക്ഷെ എന്തായാലും ഇപ്പോൾ പറയുന്നത് മറ്റൊരു പരിപാടിക്ക് വന്നതാണ്, ആ വേദിയിലേക്ക് ക്ഷണിക്കാതെത്തിയതാണ് എന്നുള്ളതൊക്കെയാണ് മലയാളി സംഘടനയുടെ വിശദീകരണം. ക്ഷണിക്കാതൊന്നും എത്തിയതായിരിക്കില്ല. അത് നമ്മുടെ സംഘടനക്കാര് ബാലൻസ് ചെയ്യാനും ടോൺ ഡൗൺ ചെയ്യാനും വേണ്ടി പറയുന്ന. ഇനിയും വലിയൊരു പ്രശ്നം ഉണ്ടായി, സംഘടനയെ ബാൻ ചെയ്യണമെന്ന് വല്ലതും ഉള്ള ഈ ഡിമാൻഡ്സ് ഒക്കെ വരുമോ എന്നൊക്കെ പേടിച്ച് ആദ്യമേ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറയുന്നത് തെറ്റൊന്നുമില്ല. നമ്മളൊരു സംഘാടകരാണെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കൂല. ആ രീതിയിൽ അങ്ങ് ബാലൻസ് ചെയ്ത് പറയും. എന്തായാലും ഷാഹിദ് അഫ്രീദി മലയാളം മീഡിയ കണ്ട്, കേരള മീഡിയ കണ്ട് തന്നെ ക്ഷണിച്ചില്ല എന്ന് സംഘാടകർ പറഞ്ഞു എന്നൊന്നും അറിയാൻ പോണില്ല. ഇതിന്റെ പ്രശ്നമേ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്. പക്ഷെ അതൊക്കെ അത്ര യുക്തിസഹമായി തോന്നുന്നില്ലല്ലോ അല്ലേ? മെയ് 25-നാണ് ഓർമ്മച്ചെപ്പുകൾ എന്ന പേരിൽ ദുബായിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ സംഘാടകർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ ആയിരുന്നു. ഈ പരിപാടിയിലാണ് പാക് മുൻ ഷാഹിദ്
അഫ്രീദിയും ഒപ്പം തന്നെ ഉമർ ഗുല്ലും പങ്കെടുത്തത്. അതിലെ ദൃശ്യങ്ങളാണ് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അതായത് അഫ്രീദി ഈ വേദിയിലേക്ക് പരിപാടിയിലേക്ക് കടന്നു വരുന്നതും ആ കലാപരിപാടി നടന്നുകൊണ്ടിരുന്ന കലാപരിപാടി തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു. പിന്നീട് അഫ്രീദി അഭിസംബോധന ചെയ്യുന്നതും ഇദ്ദേഹത്തെ അല്ല കേട്ടോ, ഞാനിത് ബാക്കി സോഷ്യൽ മീഡിയയിലെ നെറേറ്റീവാണ്. അഫ്രീദി കടന്നു വരുന്നു, ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന കലാപരിപാടികൾ നിർത്തിവെക്കുന്നു പാകിസ്ഥാനി ക്രിക്കറ്റർക്ക് വേണ്ടി. സംഭവിച്ചത് എന്താണ്? ഒരു ഗസ്റ്റ് വന്നു, നമുക്ക് പരിപാടി തൽക്കാലം നിർത്താം, നമുക്ക് നമ്മുടെ പരിപാടി എടുക്കാമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറയും. ഞാൻ ദുബായി പോയപ്പോൾ അവിടെ MESന്റെ പരിപാടി ഏതൊരു പരിപാടി പോയിരുന്നു. അപ്പൊ എനിക്കിടയ്ക്ക് ഫ്ലവേഴ്സിൽ നമ്മുടെ ഹാഷ്മിയുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ എന്നെ ഒരു 10 മിനിറ്റ് മുമ്പ് വിടാമോ എന്ന്. അവർ ഈ പരിപാടി ഇടയ്ക്ക് നിർത്തി വെച്ചിട്ട് രാഹുൽ ഈശ്വറിന്റെ പ്രസംഗം ഒരു 5 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞു ഞാൻ ഹാഷ്മിയുടെ പരിപാടിക്ക് ചർച്ചയ്ക്ക് പോയി. ഇതൊന്നും ഒരു അന്താരാഷ്ട്ര വിഷയമൊന്നുമല്ല. കേരള ഭക്ഷണത്തെയും ഒക്കെ തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആളുകൾ അഫ്രീദിയെ കൈയടിക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷെ ഇത് വലിയ രീതിയിൽ വിമർശനത്തിന് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സംഘപരിവാർ ഹാൻഡിലുകൾ അടക്കം വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഹിദ് അഫ്രീദി എടുത്ത നിലപാടുകളാണ്. കാരണം അഫ്രീദി ആദ്യം ഇന്ത്യയുടെ ഭാഗത്ത് എന്ത് തെളിവുണ്ടായിട്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ പ്രത്യാക്രമണം നടത്തുന്നത് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളാണ്. അതിനുശേഷം പാക് സൈന്യം ഇന്ത്യക്ക് മേൽ ആധിപത്യം നേടിയെന്ന് പറഞ്ഞുകൊണ്ട് കറാച്ചിയിൽ പ്രകടനം നടത്തിയ ആളാണ്. അങ്ങനെ പല നടപടികൾ അഫ്രീദിയുടെ ഭാഗത്തുണ്ടായി. ഇപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഞാൻ ഇതിനു മുമ്പ് അഫ്രീദിയെ കാര്യമായി ട്രോൾ ചെയ്തൊരു വീഡിയോ ഇട്ടുണ്ട്. ഏതോ നാഷണൽ മീഡിയ പോയപ്പോൾ കാര്യമായി അഫ്രീദിയെ ട്രോൾ ചെയ്ത് പറഞ്ഞു ഇംഗ്ലീഷിൽ, അഫ്രീദിക്ക് യഥാർത്ഥത്തിൽ എന്തോ തലയ്ക്ക് അസുഖമാണ്, അതുകൊണ്ടാണ് അഫ്രീദി ഒരു വിക്ടറി റാലി ഒക്കെ നടത്തി, പാകിസ്ഥാനാണ് വിജയിച്ചെന്ന് പറഞ്ഞൊരു വിക്ടറി റാലി നടത്തി. അത് ട്രോൾ ചെയ്ത് അല്ലെങ്കിൽ എതിർത്ത് വിമർശിച്ച് ശക്തമായി വിമർശിച്ച് തീർന്നു. വിഷയങ്ങൾക്കൊരു അവസാനമുണ്ട്. ഇത് കപട രാജ്യസ്നേഹം. അഫ്രീദി അന്ന് കാണിച്ചത് കപട രാജ്യസ്നേഹമാണ്. പാകിസ്ഥാനാണ് തിരിച്ചടി കിട്ടിയത്. പക്ഷെ അഫ്രീദി വിക്ടറി റാലി നടത്തുന്നത് അഫ്രീദിയുടെ മനസ്സിലെ കപട രാജ്യസ്നേഹമാണ്, നല്ല രാജ്യസ്നേഹമല്ല. നല്ല രാജ്യസ്നേഹം, പാകിസ്ഥാന്റെ നല്ല രാജ്യസ്നേഹം ലാൽ മസ്ജിദിലെ ഇമാമിനാണുള്ളത്. ആ ഇമാം പാകിസ്ഥാൻകാരോട് പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാ. അത് പാകിസ്ഥാനിലെ രാജ്യസ്നേഹിയാണത്. പാകിസ്ഥാൻ ഗവൺമെന്റ് തെറ്റാ. നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ പാകിസ്ഥാനി ഗവൺമെന്റ് ആണെന്ന് ലാൽ മസ്ജിദിലെ മൗലവി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നത് ഇസ്ലാമിന് വേണ്ടിയല്ല, പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. ഒരു യഥാർത്ഥ രാജ്യസ്നേഹി അതാണ് പറയേണ്ടത്. പക്ഷെ അഫ്രീദി അവിടെ കപട രാജ്യസ്നേഹം കളിച്ച് പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറഞ്ഞു. അതേ കപട രാജ്യസ്നേഹമാണ് ഇവിടെ ഈ തലയ്ക്ക് വെളിയിലില്ലാത്ത ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആൾക്കാർ പറയുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേർഡ് തീവ്രവാദികൾ, പാകിസ്ഥാൻ വെള്ളവും വളവും ഊട്ടി നൽകുന്ന തീവ്രവാദികൾ ഇന്ത്യയെ ആക്രമിച്ചു, നമ്മൾ തിരിച്ചടിച്ചു, നമ്മൾ വിജയിച്ചു, തീർന്നു. ഇനിയും അഫ്രീദി ദുബായിൽ ഒരു പരിപാടി വന്ന് അഫ്രീദി അല്ലേ അവനെ വഴി വെച്ച് നമ്മൾ വഴി വെച്ച് അവനെ കണ്ടു കളയാം എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ എന്താ അറിയോ, രാവിലെ എണീക്കുമ്പോൾ ബാക്കിയുള്ളവന്റെ കുരു എങ്ങനെ പൊട്ടിക്കാം എന്ന് ചിന്തിച്ചെണീക്കണം. അതിരാവിലെ എണീക്കുമ്പോൾ എങ്ങനെ എന്തെങ്കിലും ഒരു മുസ്ലിം ആംഗിളിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചെണീക്കണം. എന്നിട്ട് അങ്ങനെ മുസ്ലിം ആംഗിളിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു, ഞാൻ ഇസ്ലാമിനെ പറഞ്ഞില്ലല്ലോ, അയ്യോ മുസ്ലിങ്ങളെ പറഞ്ഞില്ലല്ലോ, പാകിസ്ഥാനെ പറഞ്ഞാൽ മുസ്ലിങ്ങളെ ആകുന്നത് എന്തിനാണ്, ഞാൻ രാജ്യസ്നേഹിയാണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇത് ഈ കുരു പൊട്ടിക്കുന്ന തീവ്ര ഗോഡ്സേവാദികൾ പറയുന്ന എന്തിനാണെന്ന് നമുക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, കേട്ടോണ്ടിരിക്കുന്നവർക്കും അറിയാം. അതായത് മലയാളികൾക്ക് രാജ്യസ്നേഹമില്ല, മലയാളികൾക്ക് ദേശീയ ബോധമില്ല, കേരളത്തിന് രാജ്യസ്നേഹമില്ല, കേരളം പാകിസ്ഥാൻ ബന്ധമാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ്. ഇത് പറയുന്നവന് തലയ്ക്ക് വട്ടാണ്, ഇത് പറയുന്നവന് ഭ്രാന്താണ്. അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, കേരളവും തമിഴ്നാടും ഡൽഹിയും ഉത്തർപ്രദേശും, ഇതെല്ലാം നമ്മുടെ സംസ്ഥാനങ്ങളാണ്. ദുബായിൽ പോകുമ്പോൾ, ഞാൻ ദുബായിൽ പോയി പാകിസ്ഥാൻകാരുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. സാധാരണ പാകിസ്ഥാനി ഡ്രൈവർമാരുടെ അവർ പറയുന്നത് ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും സഹോദരങ്ങളെ പോലെയാണ് നമ്മൾ ദുബായിൽ ജീവിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ കാണണം. ഈ ദേശദ്ഗൽ അല്ലെങ്കിൽ ഈ തീവ്രവാദികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് ആ ഇന്ത്യൻ സഹോദരങ്ങൾ മരിച്ചതിന് വിഷമമാണ്, വേദനയാണെന്നുള്ളതാണ് സാധാരണ പാകിസ്ഥാനികൾ പറയുന്നത്. ആ പാകിസ്ഥാനികൾ സാധാരണക്കാരാണ്, നമ്മളെ പോലെ തന്നെയാണ്. അയാളുടെ രാവൽപിണ്ടിയാണെന്ന് തോന്നുന്ന സ്ഥലം, പുള്ളിയുടെ മോളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു. എൻ്റെ മോനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ നീ നാളെ വളരുമ്പോഴെങ്കിലും നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വളരാൻ ഞാൻ പ്രാർത്ഥിക്കാം. അല്ലാതെ അതിരാവിലെ എണീച്ച് ഏതെങ്കിലും ഒരു ശത്രുവിനെ കണ്ടെത്തി ഇന്ന് അവന്റെ പോലും കുതിര കയറാന്ന് വിചാരിക്കരുത്. അത് കപട ദേശീയതയാണ്, കപട രാജ്യസ്നേഹമാണ്. അത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിലും.
അപ്പോൾ ഈ കുരുപൊട്ടിക്കൽ നിർത്തുക. ഷാഹിദ് അഫ്രീദി വന്നു പോയി, ഒരു സെലിബ്രിറ്റി വന്നു, ഷാഹിദ് അഫ്രീദി വന്നു, നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്രിക്കറ്ററാണ്, അറിയപ്പെടുന്ന ക്രിക്കറ്ററാണ്. അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് ഇപ്പം ഇതുപോലെ തന്നെ പാകിസ്ഥാനിലും കുറെ തീവ്രവാദികളുണ്ട്. വിരാട് കോഹ്ലിയുടെ ഫോട്ടോ വെച്ചെന്നോ, വിരാട് കോഹ്ലിയുടെ എന്താ ഫ്ലാഗ് ഉണ്ടാക്കിയെന്നോ എന്തോ പറഞ്ഞ് പാകിസ്ഥാനിൽ ഒരാളെ ഇതേപോലെ എല്ലാം കൂടെ ട്രോൾ ചെയ്തു. വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്ററെ ഇഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഷാഹിദ് അഫ്രീദി എന്ന് പറഞ്ഞ ബൂം ബൂം അഫ്രീദിയെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഷാഹിദ് അഫ്രീദി ശ്രീലങ്കയോട് 36 ബോളിലോ 37 ബോളിലോ സെഞ്ചുറി എടുത്തത് ഇന്ന് രോമാഞ്ചത്തോടെ ഞാൻ വീണ്ടും പലപ്പോഴും കാണാറുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ കപട രാഷ്ട്രീയവും കപട രാജ്യസ്നേഹവും കൊണ്ടുവരേണ്ട കാര്യമില്ല. നല്ല രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ബോർഡർ സിനിമയിൽ അവസാനം നമ്മുടെ സണ്ണി ഡിയോൾ പറയുന്നതാണ്, നിന്റെ രാജ്യത്തും, അതായത് പാകിസ്ഥാനിയോട് പറയുകയാണ്, നിന്റെ രാജ്യത്തും എൻ്റെ രാജ്യത്തും ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രശ്നക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം, റോഡ്, ഹോസ്പിറ്റൽ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ കുറവാണ്. അതൊക്കെ നന്നാക്കുന്നതാണ്. അല്ലാതെ 5 പാകിസ്ഥാനിയെ എക്സ്ട്രാ കൊന്നാൽ രാജ്യസ്നേഹത്തിന്റെ തെളിവാവില്ല എന്ന വിവരം നമുക്കും അവർക്കും ഉണ്ടാകുമ്പോഴേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാനം ഉണ്ടാകും. ഈ അനാവശ്യമായി ഈ കപട രാജ്യസ്നേഹം പ്രചരിപ്പിച്ച് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കപട മതേതരത്വം ഉണ്ട്, അതേപോലെ തന്നെയാണ് ഈ കപട രാജ്യസ്നേഹം. അതായത് മനസ്സിൽ ഒന്ന് വെച്ച് വിഷയം കിട്ടുമ്പോൾ എന്തെങ്കിലും വളർത്തിയടിക്കാനായിട്ട് ഇന്ന് ചിലപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ ചർച്ച കാണും. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ഈ സ്യൂഡോ നാഷണലിസം ഒരു ഇഷ്യൂ ആണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ ദുബായിലെ ഒരു മലയാളി പരിപാടിയുടെ ഓർഗനൈസേഷനാണ്. തൊട്ടപ്പുറത്തെ ഹോളിൽ നമ്മുടെ ഷാഹിദ് അഫ്രീദി വന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു പാകിസ്ഥാന്റെ ഒരു പരിപാടി ഇവിടെ നടക്കുകയാണ്. തൊട്ടപ്പുറത്തെ ഒരു ഇന്ത്യൻ ഹോളിൽ സച്ചിൻ ടെണ്ടുൽക്കർ വന്നു. അവര് പറയാണ്, സച്ചിൻ നമ്മുടെ പരിപാടിക്ക് ഒന്ന് വരാമോ സാർ, ഇവിടെ വരെ വന്നതല്ലേ. അവിടെ എല്ലാവരും ജീവിക്കുന്ന അതുപോലെയാണ്. അപ്പൊ അപ്പുറത്തൊന്ന് പോയി കഴിഞ്ഞാൽ കണ്ടോ സച്ചിന്റെ രാജ്യസ്നേഹം കുറഞ്ഞു എന്ന് പറയണ്ട. ഇത് ഒരുതരം മനോരോഗമാണ്. മോഹൻലാലിനെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ വിലക്കെടുത്തു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നിനക്കൊക്കെ തലയ്ക്ക് വട്ടാണ്. ആ വട്ടിനെ രാജ്യസ്നേഹം എന്ന് വിളിച്ച് നമ്മുടെ രാജ്യസ്നേഹത്തിൽ വിഷം ചേർക്കരുത് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നല്ല രാജ്യസ്നേഹവും നല്ല മതസൗഹാർദ്ദവും ഉണ്ടാകട്ടെ. കപട രാജ്യസ്നേഹവും കപട മതേതരത്വവും അല്ല, യഥാർത്ഥ രാജ്യസ്നേഹം, നമ്മുടെ ജനങ്ങളോടും നാടിനോടും രാജ്യത്തോടുമുള്ള ഇഷ്ടം, അതോടൊപ്പം ഒരു ലോക സമാധാനം, അതോടൊപ്പം വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വെറുതെ ദുബായ് മലയാളികളെയും നമ്മുടെ പ്രവാസികളെയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ അലമ്പാക്കരുത്. അവർ നമ്മുടെ ഏറ്റവും വലിയ, കേരളത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്ന ദുബായ് മലയാളികൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ.